അജിത നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാനിത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ കുറച്ച് പാചക വിശേഷങ്ങളും ഒക്കെയാ. അല്ലാണ്ട് പിന്നെ എന്ത് വിശേഷം പറയാനാ അല്ലെ? വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർക്ക് വീട്ടിലെ ചോറും കറിയും വെക്കുന്നതിനെ പറ്റി അല്ലാണ്ട് പിന്നെ വേറെ എന്താ പറയാനുള്ളതല്ലേ? പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്ന് ഞാൻ മുടി നന്നായിട്ട് തഴച്ച് വളരാൻ, നല്ല കാട് പോലെ വളരാൻ, പുതിയ മുടിക്കാമ്പുകൾ അല്ലെങ്കിൽ ഇനിയും വളരാനുള്ള മുടികളില്ലേ, അങ്ങനെയുള്ള മുടികളൊക്കെ പെട്ടെന്ന് പൊട്ടി വരാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു നല്ല ഒരു ടിപ്സാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ടിപ്സ് എന്താണെന്ന് വീഡിയോ കണ്ട് നോക്കിയിട്ട് പറയുക കേട്ടോ. പിന്നെ അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പം നമുക്ക് ഇന്നത്തെ വിശേഷം എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇന്ന് രാവിലെ ദോശയാണ്. ഇന്നലെ ഇഡലി ഉണ്ടാക്കിയതിൻ്റെ മാവ് കുറച്ച് മിച്ചം വന്നതല്ല, മിച്ചം വരുത്തിയതാണ്. അപ്പം നമുക്കത് ദോശ ഉണ്ടാക്കാമല്ലോ എന്ന് ഓർത്തത് ആ ദോശയൊക്കെ ഉണ്ടാക്കാനായിട്ട് തുടങ്ങി. അപ്പം സാമ്പാറിൻ്റെ ഒരു ശകലം ഇരിപ്പുണ്ട് കേട്ടോ, അതവിടെ ഇരിക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. അതുകൊണ്ട് രാവിലെ ഒരു ചമ്മന്തിയൊക്കെ അങ്ങ് ഉണ്ടാക്കി. പിന്നെ അരിക്ക് വെള്ളവും വെച്ചിട്ടുണ്ട്. അപ്പം രാവിലത്തെ പരിപാടിയൊക്കെ ഇത്രയൊക്കെ ആയിട്ടുള്ളൂ. ഇനി എന്തെല്ലാം പരിപാടികൾ ഒന്ന് നേരം വൈകിട്ടാകുന്ന, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഇരിക്കാൻ പറ്റുന്നേ അല്ലേ? രാവിലെ എഴുന്നേൽക്കുമ്പോഴത്തേക്കും ഞാൻ വിചാരിക്കുവേ, ഭഗവാനെ ഇനി എത്ര നേരം കൊണ്ടാണ് ഒന്ന് വൈകിട്ടാകുന്നത്, എന്തെല്ലാം ചെയ്യണമെന്ന്. ഞാൻ മാത്രമല്ല, എന്നെപ്പോലുള്ള എല്ലാ വീട്ടമ്മമാരും ഇത് തന്നെ ഓർക്കുന്നവരായിരിക്കും അല്ലേ? എഴുന്നേറ്റ് വരുമ്പോഴേ ഞാൻ ആലോചിച്ചുകൊണ്ട് വരുന്ന കാര്യം കേട്ടോ ഇത്. എന്തെല്ലാം ചെയ്താലാണ് ഇനി നേരം വൈകുന്നതെന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. എന്നെപ്പോലത്തെവരും ഇഷ്ടംപോലെ ആൾക്കാരുണ്ടല്ലോ, മിക്കവരും ഇങ്ങനെയൊക്കെ തന്നെ ആലോചിക്കുന്നവരായിരിക്കും അല്ലേ? അപ്പം ഇനി വാചകം അടിക്കാതെ ദോശയൊക്കെ ഉണ്ടാക്കട്ടെ കേട്ടോ. അപ്പൊ കഴിഞ്ഞ ദിവസം വാങ്ങിച്ച മത്തിയുടെ കാര്യം ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അതിനകത്തൊന്ന് 3 മത്തി വറുത്ത് തിന്നായിരുന്നു. ബാക്കി മത്തിയാണ് ഇത്. വലിയ മത്തിയല്ലേ? അപ്പൊ നമുക്കിതിനെ ഒന്ന് മുളകിനകത്ത് കറി വെക്കാം. മുളകിനകത്ത് കറി വെക്കാനൊക്കെ എല്ലാവർക്കും അറിയോ, ഇവളൊരു മുളകിനകത്ത് കറി വെക്കാൻ വന്നിരിക്കുന്നു എന്ന് വിചാരിക്കല്ലേ. നമ്മൾ ചെയ്യുന്നത് കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഞാൻ കടുക് വറക്കാൻ ഇട്ടിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ എപ്പോഴും വെക്കുന്ന പോലെ തന്നെ അതിനകത്ത് ചേർത്തിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചി ചെറിയ ഉള്ളി ഇത്രയും സാധനങ്ങളാണ് ഇട്ടിരിക്കുന്നത്. അപ്പം അതൊന്ന് ഒരുമാതിരിയൊക്കെ വരട്ടെന്നേ, എന്നിട്ട് നമുക്ക് ബാക്കി പരിപാടിയിലേക്ക് പോകാം. എല്ലായിടത്തും മഴയൊക്കെ ഉണ്ടോ? ഭയങ്കര മഴയല്ലേ? നേരം വെളുക്കുമ്പോൾ തൊട്ട് മഴ. നമ്മൾ പറയുമായിരുന്നു ചൂടേ എന്ന് പറഞ്ഞിരുന്നിട്ട് ഇപ്പം തണുപ്പായി. ശരിക്കും അത്യാവശ്യം നല്ല തണുപ്പൊക്കെ ഉണ്ടല്ലേ? നല്ല തണുപ്പായിരുന്നു കേട്ടോ. കുളിക്കാൻ നേരം നമ്മൾ ഒന്ന് ആദ്യമായിട്ട് ദേഹത്തോട്ട് പച്ചവെള്ളം ഒഴിക്കുമ്പോഴത്തേക്കും ഒന്ന് കൂവാത്തവരാരും കാണത്തില്ല അല്ലേ? കൂവി അറിയാതെ പോകും. കുളിമുറയ്ക്ക് കൂവല്. ഇപ്പൊ ഞാൻ ആദ്യം എനിക്ക് പച്ചവെള്ളം കാണുമ്പോൾ ആദ്യം നമുക്കൊരു ഇതല്ലേ, പക്ഷെ എനിക്ക് ചൂടുവെള്ളത്തിൽ കുളിക്കുന്നതിനോട് വലിയ താല്പര്യമൊന്നുമില്ല. എനിക്ക് പച്ചവെള്ളത്തിൽ കുളിക്കുന്നത് തന്നെ ഇഷ്ടം. പക്ഷെ ആദ്യത്തെ ഒരു ഒഴിയുള്ളൂ, പിന്നെ ഒഴിക്കുമ്പോഴെല്ലാം പിന്നെ വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ പോകും. ഇനി ഞാൻ അരിഞ്ഞു തരാം. അപ്പൊ രവിചേട്ടന് ഇതിൻ്റെ ഇടയ്ക്ക് ക്യാരറ്റും പിന്നെന്ത് പറയുന്ന സാധനം, നമ്മുടെ ചെറിയ വെള്ളരിക്കയില്ലേ, അതിനൊക്കെ നമ്മുടെ വെളിയിലൊക്കെ കക്കിടി ഇക്കിടി എന്നൊക്കെ പറയും. ഇവിടെ എന്തുവാണോ എന്ന് പറയുന്നത്? ചെറിയ വെള്ളരിക്ക അല്ലേ? ചെറിയ വെള്ളരിക്ക. അപ്പൊ അത് അതുകൊണ്ട് നിൽക്കുവാണ്. കഴുകിക്കൊണ്ടു ഞാൻ അരിഞ്ഞു തരാമെന്ന്. നല്ലതല്ലേ അതൊക്കെ നമ്മൾ കഴിക്കുന്നത്? ഈ ചോറൊക്കെ കൂടുതലും കഴിക്കുന്നതിന് നല്ലത് അതൊക്കെ ഇടയ്ക്ക് അരിഞ്ഞു തിന്നാൽ നല്ലതാണ്. ഞാൻ തിന്നത്തിൽ എനിക്കിഷ്ടമില്ല. പിന്നെ ചിലപ്പോഴെങ്ങാനും ഇങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരെണ്ണം അബദ്ധവശാലം കാണും വായി പോയെങ്കിലും നല്ല സാധനം തിന്നത്തില്ലെന്നതാ പറയുന്നത്. നല്ല സാധനം തിന്നത്തില്ല. പിന്നെ എനിക്കൊരു സ്വഭാവം കൂടെ ഉണ്ട്. ഈ സ്വഭാവം ഉള്ളവർ ആരാണെന്ന് പറയണം കേട്ടോ. വെള്ളം കൂടി എനിക്ക് ഭയങ്കര കുറവെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കുറവാണ്. നമ്മൾ കഴിക്കത്തില്ല രാവിലെ. നമ്മൾ രാവിലത്തെ ഫുഡ് കഴിക്കത്തില്ല. ആ ഫുഡ് കഴിക്കുമ്പോൾ മാത്രം ഇച്ചിരി വെള്ളം കുടിക്കും. പിന്നെ എന്താ, ഉച്ചയ്ക്ക് ചോറുണ്ടുമ്പോൾ മാത്രം ലിമിറ്റായിട്ടാണ് വെള്ളം കുടിക്കുന്നത്. പക്ഷെ വെള്ളം കുടിക്കാതിരിക്കുന്ന ഭയങ്കര ചീത്ത തന്നെയാണ്. യൂറിനറി ഇൻഫെക്ഷൻ അങ്ങനത്തെ രോഗങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യത ഉണ്ടെന്നല്ല എനിക്ക് വന്നായിരുന്നു. കാരണം എൻ്റെ വെള്ളം കൂടി ഇതുപോലാണ്. അപ്പം കഴിഞ്ഞ ദിവസം എന്തോ ഈ 6 മാസം കൂടുമ്പോൾ ഞാൻ എല്ലാം ടെസ്റ്റ് ചെയ്യാൻ പോകാറുണ്ട്. തൈറോയിഡ് ഒന്നും എനിക്കില്ല കേട്ടോ, എന്നാലും ഞാൻ നോക്കാറുണ്ട്. ഇടയ്ക്ക് നമ്മൾ നോക്കണം കേട്ടോ. അപ്പൊ ചെന്നപ്പോഴത്തേക്ക് ബ്ലഡ് എടുത്തിട്ട് ബ്ലഡ് ഇങ്ങോട്ട് വരുന്നില്ല. അപ്പോഴത്തേക്ക് അടുത്ത ആ കൊച്ചെൻ്റെ അടുത്ത് ചോദിക്കുക, ചേച്ചിയെ എന്താ, അല്ല ചേച്ചി വെള്ളം കുടിക്കാറില്ലേ? ഞാൻ ചോദിച്ചാൽ അതെന്താ അങ്ങനെ ചോദിച്ചാൽ, ബ്ലഡിന് ഇങ്ങോട്ടൊരു ഫ്ലോ ഇല്ലെന്ന് കേട്ടല്ലോ. അപ്പൊ അത് കേട്ടപ്പം എനിക്ക് ഇച്ചിരി ഒരു പേടി തോന്നിയായിരുന്നു. സത്യം ഞാൻ വെള്ളം കുടിക്കാറേ ഇല്ല, ലിമിറ്റായിട്ടാണ് വെള്ളം കുടിക്കുന്നത്.
ഭയങ്കര വേനലായിരിക്കുമ്പോൾ പോലും എനിക്കറിയത്തില്ല, എനിക്ക് അങ്ങനെ ദാഹിക്കത്തില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? അപ്പൊ രഘുചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇവിടെ രഘുചേട്ടനും മക്കളും എല്ലാം ഭയങ്കരമായിട്ട് വെള്ളം കുടിക്കും. ഞാൻ പറഞ്ഞ കഴുത്തേലൊരു കലം കെട്ടി തൂക്കണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ കളിയാക്കുമായിരുന്നു കേട്ടോ. എൻ്റെ അടുത്ത് പറഞ്ഞു ഇനി ഞാൻ കുടിക്കുമ്പോഴെല്ലാം വെള്ളം തന്നോളാന്ന് പറഞ്ഞു. കാരണം എല്ലാം നമുക്ക് യൂറിനറി ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടാവുന്നുള്ള കാര്യം 100% ഉറപ്പാണ്. എനിക്ക് അങ്ങനെ ഉണ്ടായതാട്ടോ, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. എന്നാലും ഞാൻ പഠിച്ചില്ല, അപ്പോഴും കുടിയെല്ലാം കഴിച്ച് അപ്പം ആ സമയത്തൊക്കെ വെള്ളം കുടിച്ച് നോർമലാക്കി. ഇപ്പൊ കുഴപ്പമൊന്നും ഇല്ലാതിരിക്കുവാണ്. വീണ്ടും ഈ കൊച്ചിങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് തന്നെ ഒരു ഡൗട്ട് തോന്നി, എന്നാ പിന്നെ എന്നെ കുടിച്ചേക്കാന്ന് വെച്ചിട്ട് എവിടെ ആ 2 ദിവസം കുടിക്കും, ദാഹിക്കത്തില്ലെന്നേ, പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? അതല്ല, എന്നെ പോലെ വെള്ളം കുടിക്കാത്തവരൊക്കെ ഇഷ്ടമാതിരി കാണുമായിരിക്കും കേട്ടോ. അപ്പൊ അവരോടെല്ലാം ഞാൻ പറയുവാണ് വെള്ളം നന്നായിട്ട് കുടിക്കുക, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ നമ്മുടെ ഇതെല്ലാം നന്നായിട്ട് ഒരുമാതിരിയൊക്കെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇത്രയൊക്കെ വഴണ്ടാൽ മതി, കൂടുതൽ വഴണ്ട് കഴിഞ്ഞാൽ കൊള്ളത്തില്ല, നമുക്ക് അതിൻ്റെയൊക്കെ ടേസ്റ്റ് അങ്ങ് നഷ്ടപ്പെടുവന്നേ, അതുകൊണ്ട് വേണ്ട. അപ്പൊ ഞാനിപ്പോൾ ഇതിനകത്ത് ചേർക്കാൻ പോകുന്നത് മുളക് പൊടിയാണ്, കാശ്മീരി മുളക് പൊടിയാണ്. അപ്പൊ ഇച്ചിരി കൂടി പോയാലും ഒന്നും നമുക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഒരു ശകലം കുടഞ്ഞിട്ടു, പിന്നെ ഒരു ശകലം കൂടി അതിനകത്ത് തീർന്നായിരുന്നു. ഇപ്പം ഞാൻ വേറൊരെണ്ണം വാങ്ങിച്ചായിരുന്നു. ഇപ്പം ഞാൻ ഇതില്ലേ ഈ മുളക് പൊടി പൊടിക്കുന്നിടമുണ്ട്, അവിടെ നിന്നാണ് ഞാൻ സാധാരണ വാങ്ങിക്കാറ്. അപ്പം മഴയൊക്കെ ആയതുകൊണ്ട് അങ്ങോട്ടൊന്നും പോകാനായിട്ടുള്ള ഒരു അവസരം കിട്ടിയില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടുന്ന് കടയിൽ നിന്ന് വാങ്ങിച്ചതായത് കേട്ടോ. ഇനിയിപ്പോൾ ഇതിനകത്ത് മല്ലിപ്പൊടി വേണമെങ്കിൽ ചേർക്കാൻ കേട്ടോ. ഞാനൊരു ശകലം മല്ലിപ്പൊടി എന്തായാലും ചേർക്കാൻ പോവാം. മല്ലിപ്പൊടി ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാൻ പിന്നെ ഒരു തുള്ളി മല്ലിപ്പൊടി ചേർക്കാം. ഇപ്പോൾ ഒരു ടേസ്റ്റ്, ഒരു കൊഴുപ്പും ഒക്കെ കിട്ടും. ശകലം ചേർത്ത് മതി, ധാരാളം. ഇനിയിപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ട് മാറട്ടെ. എല്ലാവരും ഇങ്ങനെയൊക്കെ ആയിരിക്കും മീൻകറി വെക്കുന്നത് അല്ലേ? എല്ലാവരും പിന്നെ ഇങ്ങനെ വെക്കാനല്ലേ? പിന്നെ നമ്മുടെ ഉടായ്പ മീൻകറിയൊക്കെ ഉണ്ടല്ലോ, പെട്ടെന്ന് തന്നെ നമ്മൾ ഇതൊന്നും വഴറ്റാതെ പെട്ടെന്ന് വെക്കുന്ന ഒരു കറി ഉണ്ടല്ലോ അല്ലേ? അപ്പം എന്താ, പുളി നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുമായിരുന്നു. ഇനി പുളിയും കൂടെ നമുക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുത്തേക്കാം. അപ്പം നമ്മൾ ഉപ്പിട്ട് കൊടുത്തില്ല അല്ലേ? ഇച്ചിരി ഉപ്പും കൂടെ. പിന്നെ എല്ലാവർക്കും എന്തെല്ലാം ഉണ്ട് വിശേഷങ്ങളൊക്കെ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? കൂട്ടുകാരൊക്കെ സുഖമായിട്ടിരിക്കുന്നോ? മഴയും തണുപ്പും ഒക്കെ പിടിച്ച് ഇരിക്കുവല്ലേ എല്ലാവരും? തുണിയാണെ ഉണങ്ങത്ത് പോലുമില്ല. പിന്നെ മഴയത്ത് നമ്മളിങ്ങനെ നടക്കുമ്പോഴത്തേക്കും ആണെങ്കിലും എല്ലാവരും ശ്രദ്ധിച്ച് നടക്കണം കേട്ടോ. മറ്റേ റോഡെല്ലാം ഭയങ്കരമായിട്ട് തെന്നിക്കിടക്കുവാണ്. അതുകൊണ്ടാണ് പറയുന്നത്, വളരെ സൂക്ഷിച്ച് വേണം എല്ലാവരും നടക്കാനൊക്കെ. ഇന്നലെ ഇതുപോലെ ഞങ്ങൾ രാവിലെ ഇതുപോലെ ചെറിയ മഴയുണ്ട്, വലിയ മഴയൊന്നുമില്ല. വരുന്നൊരു ശകലം വെള്ളം എടുത്തുകൊണ്ട് വരാവേ. അപ്പം നമ്മളെന്തോ പറഞ്ഞു വന്നത്, വീഴുന്ന കാര്യം അല്ലേ? അപ്പൊ ഇന്നലെ വണ്ടി ഇറക്കിയതാണ് ഇവിടുന്ന്. രഘുചേട്ടന് കടയിൽ പോകാനായിട്ടൊന്ന് വണ്ടി ഇറക്കിയത്. വണ്ടി ഒന്ന് സ്ലിപ്പായി, വണ്ടി ഇങ്ങനെ മറിഞ്ഞു. കാരണം റോഡെല്ലാം തെന്നിക്കിടക്കുമല്ലേ. അപ്പൊ കാല് കുത്തിയപ്പോഴത്തേക്കും കാലും അങ്ങ് സ്ലിപ്പായി പോയി. തെന്നിക്കിടക്കുമല്ലേ റോഡൊക്കെ, ടൈലിട്ടതാണ് എന്ന് പറഞ്ഞിട്ട് കാലില്ല. അത് വെള്ളം ഇങ്ങനെ സ്ഥിരമായിട്ട് കിടക്കുമ്പോഴത്തേക്ക് അതിന്റെ പുറത്തൊക്കെ ഇങ്ങനെ പായൽ പിടിക്കും. ഭാഗ്യത്തിന് ഒന്നും പറ്റിയില്ല. ഞാൻ ഒച്ച കെട്ടാണ് അവിടെ ഓടി ഇറങ്ങി റോഡിലോട്ട് ചെല്ലുന്നത്. അപ്പോഴത്തേക്കും കുറച്ച് നനഞ്ഞു, റോഡിൽ വെള്ളം ഉണ്ടായിരുന്നു, കുറച്ച് നനഞ്ഞു. ഭാഗ്യത്തിനൊന്നും പറ്റിയില്ല. സൈഡിൽ മതിലുണ്ട്, മതിലിലൊന്നും തലയിടിക്കാഞ്ഞത് എന്തോ ഭാഗ്യം എന്ന് പറഞ്ഞാൽ മതി. നമ്മളൊന്നും അമ്പലത്തിൽ പോകുന്ന ചുമ്മാന്നും അല്ലല്ലോ അവിടെ പോയി കൈ കൂപ്പുന്നതൊക്കെ. അതുകൊണ്ട് ഒന്നും പറ്റിയില്ല കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒച്ച, പൊത്തോന്ന് ഒച്ച കേട്ടോണ്ടാണ് ഞാൻ ഓടിച്ചത്. ഞാൻ പോയിട്ട് വരാമെന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് ജസ്റ്റ് നമ്മുടെ ഗേറ്റിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളൂ. ഒന്നും പറ്റിയില്ല കേട്ടോ. അപ്പം അത് കേട്ടോ. അതുകൊണ്ട് എല്ലാവരും ഈ മഴയത്തൊക്കെ എല്ലാവരും സൂക്ഷിച്ചൊക്കെ നടക്കണം. അതുപോലെ പനി ഇപ്പം എല്ലായിടത്തും ഉണ്ട്, പനി ഇങ്ങനെ ഓടി നടക്കുവാണ്. അതുകൊണ്ട് പനി എല്ലാവരും സൂക്ഷിക്കണം. മഴ കഴിവതും നനയാതിരിക്കാൻ നോക്കുക. അങ്ങനെയൊക്കെ കുറേ സൂക്ഷിക്കുക. എത്ര സൂക്ഷിച്ചാലും വരാനുള്ളത് വരും, വരത്തില്ലെന്നല്ല ഞാൻ പറഞ്ഞത്. എന്നാലും നമ്മൾ സൂക്ഷിക്കുക എന്നേ ഞാൻ പറഞ്ഞുള്ളൂ. അപ്പം നമ്മുടെ മീൻകറിയുടെ അരപ്പൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കുണ്ടല്ലോ ഈ മീൻ കഷ്ണങ്ങളൊക്കെ പെറുക്കി അങ്ങോട്ട് ഇട്ട് കൊടുത്തേക്കാം. അപ്പം ഇന്നത്തെ കറിയാണ് മത്തിക്കറി. പിന്നെ നമ്മുടെ സാമ്പാർ തീർന്നിട്ടില്ല, ഒരു ശകലം സാമ്പാറും കൂടെ ഉണ്ട്. പക്ഷെ ഇന്നിപ്പോൾ അത് ഉറപ്പായിട്ടും തീർന്നിരിക്കും. ഇന്ന് ഉറപ്പായിട്ടും തീരും, കാരണം നമുക്കറിയാമല്ലോ അതിൻ്റെ ആ പരുവം. അപ്പം പിന്നെ മീൻകറിയും വെച്ച് ഞാനൊരു ബീൻസ് ഇരിപ്പുണ്ടായിരുന്നു. എന്നും മെഴുക്കുവരട്ടി അല്ലേന്ന് വിചാരിച്ചിട്ട് ഇന്നിപ്പം ഞാൻ ചെയ്ത് തോരൻ വെച്ചു. ബീൻസ് തോരൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ കറികൾ. കൂടുതൽ കറികളൊന്നുമില്ല. ഇനി ഇതൊന്ന് കോരി വെക്കാൻ ഒരു പാത്രം എടുത്തിട്ട് ഇപ്പം ഓടി വരാം കേട്ടോ.
ഇതിങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് സമാധാനം കിട്ടത്തില്ല. ഇത് കുറച്ച് നേരമായി ഞാൻ വെച്ചിട്ട്. അപ്പം നിങ്ങൾ വിചാരിക്കും ഈ ചൂടുള്ളത് എങ്ങനെ ഈ പിടിപ്പെണ്ണം കൂടെ പിടിച്ചെടുക്കുന്നതെന്നല്ലേ. കഴിഞ്ഞ ദിവസം ആരോ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ കുക്കറും ഇതും എല്ലാം എടുത്തു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കയ്യിൽ എല്ലാവർക്കും ഉള്ളതാ പൊള്ളൽ. ഇവിടെ എല്ലാം പാടുണ്ട് എല്ലാവരുടെയും. അപ്പം ആ പൊള്ളലിന് എന്തെങ്കിലും ടിപ്സ് ഉണ്ടോ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ ഒന്നും ടിപ്സ് എനിക്ക് അറിയത്തില്ല കേട്ടോ. ഇതിപ്പം ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് എൻ്റെ കയ്യിൽ എല്ലാം തന്നെ പാടുണ്ട്. അപ്പം നമ്മളിങ്ങനെ പൊള്ളുന്നുണ്ടേ ബെർണോളുണ്ട്, അതെടുത്ത് ഞാനങ്ങ് തേക്കും. എന്നാലും നമുക്ക് ചെറിയ രീതിയിൽ പാടുണ്ട് കണ്ടോ. ഇവിടെ ഇങ്ങനെ പാടും. എന്നിട്ട് അതിങ്ങനെ വെളുത്ത് കിടക്കും. ചിലവർക്ക് ഇത് പെട്ടെന്ന് കറക്കും, ചിലവർക്ക് ഇങ്ങനെ വെളുത്തിരിക്കും. മെലാനിൻ്റെ കുറവുള്ളവർക്കാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് കറക്കാത്തത് കണ്ടോ. എനിക്കും ഇത് പെട്ടെന്ന് കറക്കത്തില്ല. ചിലവർക്ക്, എല്ലാവർക്കും അല്ല, ചിലവർക്ക് പെട്ടെന്ന് ഇതിങ്ങനെ ആയി കഴിയുമ്പോൾ തന്നെ പെട്ടെന്ന് കറുത്തു പോകും. പക്ഷെ എനിക്കൊന്നും എന്താ കറക്കുന്നില്ല കണ്ടോ. അത് ഞാൻ പറയുമായിരുന്നു. നമ്മളിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വായിച്ചും കേട്ടും ഒക്കെ ഉള്ള അറിവാണ്. ഞാൻ ആ അറിവ് വെച്ച് നിങ്ങൾക്ക് പറഞ്ഞു തന്നതാണ് കേട്ടോ. അപ്പം എന്താ ഇതിനിടയ്ക്ക് അല്ല, പിന്നെ നമുക്ക് പപ്പടം കാച്ചണം. പപ്പടം ഉണ്ട്, അത് കാച്ചണം. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ പെരവുച്ചാട്ടം എന്താ കൊണ്ടുവന്നതാണ്. ഇതിപ്പം ഞാൻ കഴുകിയെല്ലാം തൊലിയൊക്കെ ചെത്തി വെച്ചിരിക്കുന്നു. ഇനിയിപ്പോൾ ഇതൊന്ന് അരിഞ്ഞു കൊടുക്കണം. ഇതൊക്കെ നല്ലതാണ് കഴിക്കുന്നത് കേട്ടോ. പക്ഷേ നല്ല സാധനങ്ങളൊന്നും എനിക്ക് വേണ്ട. നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ പറയുമല്ലേ ശരിയാന്ന്. ചിലവർക്ക് ഇതൊന്നും ഇഷ്ടമില്ല, ചിലവർക്ക് ഇഷ്ടമല്ലേ, ഒന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പിന്നെ ഇനി പപ്പടം കാച്ചണം. ഇതൊക്കെ ഉള്ളു നമ്മുടെ ജോലി കേട്ടോ. ഇനി മീൻകറിയും കൂടെ ആയിക്കഴിഞ്ഞാൽ എൻ്റെ പരിപാടിയെല്ലാം കഴിയും. ഉച്ചവരെയുള്ള പരിപാടി കഴിയും. പിന്നെ എനിക്ക് ഇത് പപ്പടം കൂടെ കാച്ചണം കേട്ടോ. അപ്പം എല്ലാവരുടെയും ജോലിയൊക്കെ കഴിഞ്ഞോ? അപ്പം ഞാനിനി പപ്പടമൊക്കെ കാച്ചട്ടെ, എന്നിട്ട് പിന്നെ കാണാം. ഉച്ചക്കത്തെ വട്ടങ്ങളൊക്കെ നമ്മുടെ കഴിഞ്ഞു കേട്ടോ. അപ്പൊ ഇന്നത്തെ മുടിയുടെ ടിപ്സ് എന്താണെന്ന് നോക്കണ്ടേ. ഇന്നത്തേത് നല്ല സൂപ്പർ ടിപ്സ് ആണ്. ഇന്ന് അധികം മെനക്കെടാണ്ടാത്തേക്ക് ഒരു ടിപ്സാ. കാരണം ചിലവർക്കൊക്കെ ഭയങ്കര മടിയല്ലേ. അതിനി എത്ര നേരം ചെയ്യണം, ഇതിനി എത്ര നേരം ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര മടിയുള്ളവരില്ലേ. അപ്പം അവർക്കൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിയിലുള്ള ഒരു നല്ല ടിപ്സാണ് ഇന്നത്തെ ടിപ്സ്. അപ്പൊ എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. കൂടുതൽ വാചകമൊന്നും അടിക്കുന്നില്ല. ഇത് ആവണക്കെണ്ണയാണ് കണ്ട. ആവണക്കെണ്ണ അറിയാലോ. ഇതിനധികം വിലയൊന്നുമില്ല. നമ്മുടെ അടുത്ത ഷോപ്പുകളിലൊക്കെ കിട്ടുമല്ലോ ഇത്. അപ്പം ഇത് ആവണക്കെണ്ണയും നമ്മുടെ വെളിച്ചെണ്ണയുമാണ് ഇന്ന് എടുക്കാൻ പോകുന്നത്. രണ്ട് കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന് ആവണക്കെണ്ണയും ഒന്ന് വെളിച്ചെണ്ണയും. ഇത് രണ്ടും വെച്ചിട്ട് ഇവളെന്താ കാണിക്കാൻ പോകുന്നതെന്ന് നിങ്ങൾക്കറിയണ്ടേ. അപ്പം നമുക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പം അടുത്ത് കാണിച്ചു തരാം. ഇപ്പം ഇങ്ങനെ പിടിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഞാനിതിങ്ങനെ എടുക്കുന്ന ഒന്നും നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാനിത് അടുത്ത് കാണിച്ചു തരാം. അപ്പം നമുക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണ എടുക്കാം. നമ്മുടെ സ്വന്തം വെളിച്ചെണ്ണ. ഇത്രയും വെളിച്ചെണ്ണ മതി കേട്ടോ. ഇച്ചിരി സ്പൂണിനകത്തൊന്നും താഴെ പോയിട്ടുണ്ട്, കുഴപ്പമില്ല. ഇത്രയും വെളിച്ചെണ്ണ എടുക്കുക. ഇപ്പോൾ 1 സ്പൂൺ വെളിച്ചെണ്ണയല്ല ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഇതിനകത്തോട്ടൊരു 1/2 സ്പൂൺ ആവണക്കെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത്രയും മതി കേട്ടോ. ഒഴിച്ചു കൊടുത്തു. ഇനി ഇത് രണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്തു. ഇനി എന്താണ് കാണിക്കാൻ പോകുന്നതെന്ന് നോക്കിക്കോ. അപ്പം ഇനി ഇതൊന്ന് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കണം. ഡയറക്റ്റ് വെച്ച് ഇത് ചൂടാക്കരുത് ഗ്യാസിൽ. അപ്പം നമ്മൾ ഡബിൾ ബോയിലിംഗ് എന്നൊക്കെ പറയത്തില്ലേ, അറിയാലോ. അതറിയാൻ വയ്യാത്തവർ ഇതാ ഇങ്ങനെ ഇത് കണ്ടോ, ഒരു പാത്രത്തിലോട്ട് കുറച്ച് വെള്ളം ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം ആ വെള്ളം ഇപ്പം തിളയ്ക്കും. അപ്പം നന്നായി ചൂടായിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ആ വെള്ളത്തിനകത്തേക്ക് ഈ എണ്ണ ഇറക്കി വെച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ തന്നെ എടുക്കണം കേട്ടോ. വെളിച്ചെണ്ണയും പിന്നെ നമ്മുടെ ആവണക്കെണ്ണയും കൂടി ഇത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കണ്ട. ഇതൊന്ന് ചെറുതായിട്ട് ചൂടാവട്ടെ കേട്ടോ. നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാകട്ടെ. ചെറിയ ചൂട് മതി, ചെറുതായിട്ടൊന്ന് ചൂടാകട്ടെ. ചൂടായിട്ട് കാണിച്ചു തരാം. അപ്പം എന്താ ഇത് ചെറുതായിട്ട് ചൂടായിട്ട് ഇത് ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പം ഇതിവിടെ ഇരിക്കട്ടെ. അപ്പം ഇതൊന്ന് ചെറുതായിട്ട് തണുക്കട്ടൊന്ന്. അവിടെ ഇരിക്കട്ടെ. ചൂടോടെടുത്ത് തലയിലോട്ട് തേക്കരുത് കേട്ടോ. ചെറുതായിട്ടൊന്ന് അതിൻ്റെ ചൂടൊന്ന് മാറിയിട്ട് ഒന്ന് ചെറുതായിട്ട് തണുത്ത് വരട്ടെ. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ
മുടി നമ്മൾ നന്നായിട്ട് ഏത് ടിപ്സ് ചെയ്താലും മുടി നന്നായിട്ട് നമ്മൾ ചെയ്യി കൊടുക്കണം. ഇതിപ്പോൾ എൻ്റെ മുടി ഉടക്കൊക്കെ കളഞ്ഞ് ഞാൻ എല്ലാ ദിവസവും പറയുന്നുണ്ട്, ഉടക്കൊക്കെ കളഞ്ഞ് ഞാനിങ്ങനെ കെട്ടി വെച്ചിരിക്കുന്നതാണ്. ഇനി ഉടക്കൊന്നും കളയുന്നില്ല, ഇനി ഉള്ള ഉടക്കൊക്കെ അവിടെ ഇരിക്കട്ടെ അല്ലേ. ഒട്ടും ഉടക്കില്ല കേട്ടോ, ഞാൻ ശരിക്കും കളഞ്ഞതാണ്. പിന്നെ നമ്മൾ ഏത് എണ്ണയാണോ ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ എണ്ണ കുറച്ച് നമുക്ക് മുടിയിൽ പുരട്ടി കൊടുക്കാം. ഇതൊക്കെ ഞാൻ നല്ല വ്യക്തമായിട്ട് എൻ്റെ വീഡിയോയിൽ നല്ലതായിട്ട് എനിക്ക് തോന്നുന്നു ഞാൻ ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാകുന്നുണ്ടെന്ന് തന്നെയാണ് എൻ്റെ ഒരു ഇത്. അതുപോലെ മനസ്സിലാക്കിയാണ് ഞാൻ പറയുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നിട്ടും എന്നോട് ആരാണ്ട് ചോദിച്ചിട്ടുണ്ട് എന്തുവായിരുന്നു ഷാമ്പു ഇട്ട് കഴുകാന്ന്, എന്തുവാണെന്ന് ഞാൻ ഓർക്കുന്നില്ല കേട്ടോ. മുടിയിൽ എണ്ണ തേക്കണമെന്നോ എന്തോ പറഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു, മുടിയിൽ എണ്ണ തേക്കണമെന്ന് ആദ്യം. അങ്ങനെ എങ്ങാണ്ട ഒരു ചോദ്യം. നമ്മൾ ഇത് പിന്നെ ഈ ടിപ്സ് ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ മുടിയിൽ എണ്ണ തേക്കണോ എന്നാണ് ചോദ്യം. ഞാൻ എപ്പോഴും പറയുക മാത്രമല്ല, ഞാനിങ്ങനെ ചെയ്തും കൂടെ കാണിച്ചു തരുന്നുണ്ട്. എന്നിട്ടും വീണ്ടും ചോദിക്കുന്നു. അതെനിക്ക് തോന്നുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുന്നുണ്ടായിരിക്കാം കേട്ടോ, എനിക്കറിയത്തില്ല. അതിപ്പം ഓരോരുത്തരുടെ ഇഷ്ടം അല്ലെ, വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുകയും കാണാതിരിക്കുകയും ചെയ്യുന്നതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം, അത് നമുക്ക് പറയേണ്ട കാര്യമില്ല. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളൊക്കെ ഇല്ല, അതെങ്ങനെയും ആട്ടെ. അപ്പൊ ഈ മുടി വളരണം അങ്ങനെയൊക്കെ ഒത്തിരി ആഗ്രഹം ഉള്ളവരോട് ഞാൻ പറയുവാണ്, വീഡിയോ അങ്ങനെയുള്ളവർ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണണം. എങ്കിൽ മാത്രമേ നമ്മൾ എന്താണ് അവിടെ പറയുന്നത് എന്നൊക്കെ നമുക്ക് അറിയാനായിട്ട് പറ്റത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെയും വന്നിട്ട് ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്താ അതിനൊക്കെ മറുപടി പറയേണ്ടത്? അപ്പം വീഡിയോയിൽ എല്ലാം നല്ല വ്യക്തമായിട്ട് ഞാൻ പറയുന്നുണ്ടെന്നാണ് എൻ്റെ ഒരിത്. അപ്പം ഈ എണ്ണ ഞാനിവിടെ പാരച്ചൂട്ടാണ് തേക്കുന്നത്. എന്നിട്ട് ഞാൻ ഈ എണ്ണ തേച്ചിട്ട് നമുക്കൊരു 5 മിനിറ്റ് നമുക്ക് ഇതൊന്ന് കെട്ടിവെക്കാം. മുടി വളരണം എന്നൊക്കെ ആഗ്രഹമുള്ളവർ ഫുള്ള് വീഡിയോ കാണണം കേട്ടോ. ഇപ്പൊ എല്ലാവരെയും കൊണ്ട് നമുക്ക് നിർബന്ധിച്ച് വീഡിയോ കാണാനൊന്നും പറ്റത്തൊന്നുമില്ല, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് അല്ലേ. നമ്മൾ വീഡിയോ ചിലവർക്ക് സമയമില്ലാത്തവരായിരിക്കും, ഞാൻ ആരെയും കുറ്റം പറയത്തില്ല, ചിലവർക്ക് സമയമില്ലാത്തവരായിരിക്കും. അപ്പൊ അവര് പെട്ടെന്ന് ഇങ്ങനെ നോക്കി സ്കിപ്പ് ചെയ്തായിരിക്കും കാണുന്നത്. അതിനൊന്നും എനിക്ക് ഒരു കുഴപ്പമില്ല കേട്ടോ, എനിക്ക് അതിനകത്ത് യാതൊരു ഇതുമില്ല, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണ്. പക്ഷെ ഇങ്ങനെ ചോദിക്കുന്നവരോട് ഞാൻ പറയുകയാണ് വീഡിയോ ഫുള്ള് കാണണം. കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യമുള്ളവർക്ക് ആ ഫുള്ള് വീഡിയോ കണ്ടാലേ മനസ്സിലാകത്തുള്ളൂ അതിനകത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇല്ല എന്നൊക്കെ അല്ലേ. ഇന്നത്തെ ദിവസം ഭയങ്കര മഴയായിട്ടോ, ഭയങ്കര മഴയാണ്. രാവിലെ തൊട്ട് തുടങ്ങിയ മഴ ഇതുവരെ നിന്നിട്ടില്ല. അന്തരീക്ഷമൊക്കെ എല്ലായിടത്തും അങ്ങനെയൊക്കെ തന്നെ, അന്തരീക്ഷമൊക്കെ അങ്ങ് ഇരുണ്ട് മൂടി അങ്ങ് കിടക്കുക കേട്ടോ. ഒരു വെയിലോ ഒന്നുമില്ല. മഴയായി കഴിഞ്ഞാൽ നമുക്ക് വെളിയിലോട്ട് ഇറങ്ങാൻ പോലും നമുക്ക് ബുദ്ധിമുട്ടാണ് അല്ലേ. അപ്പൊ 5 മിനിറ്റ് ആയി, ഇത്രയൊക്കെ മതി കേട്ടോ. 5 മിനിറ്റ് ആയി എണ്ണ തേച്ച് വെച്ചിട്ട് ഇനി നമുക്ക് നമ്മുടെ ഇത് ചെയ്ത് കൊടുക്കാം. ഈ എണ്ണ ഇപ്പം തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മുടിയിലേക്കല്ല, നമ്മുടെ തലയുടെ തലയോട്ടി അല്ലെങ്കിൽ സ്കള്ളിലേക്കൊക്കെ നമുക്ക് നന്നായിട്ട് അങ്ങോട്ട് തേച്ച് പിടിപ്പിച്ച് അങ്ങോട്ട് കൊടുത്തേക്കാം അല്ലേ. ഇതേമാതിരി എടുത്ത് തേക്കുക, നല്ലതായിട്ടോ. ഇത് മുടി വളരും എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. ഇതാകുമ്പോഴത്തേക്കും വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത കാര്യവുമാണ്. നമുക്കൊന്ന് വെറുതെ ഇതൊന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതി. ആവണക്കെണ്ണ മുടി വളരാനും ഇപ്പൊ പിരിയം കുറവുള്ളവർക്ക് ഈ ആവണക്കെണ്ണ തേച്ച് കൊടുത്താൽ നമ്മുടെ പുരികം നന്നായിട്ട് വളരും. അതുപോലെ തന്നെയാണ് മുടിയുടെ കാര്യവും. ഇത് അടുപ്പിച്ചുണ്ടല്ലോ, ഇത് അടുപ്പിച്ച് നമ്മളൊരു ഒരാഴ്ച ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് നല്ല വ്യത്യാസം അറിയാനായിട്ട് പറ്റും. മുടി ഇങ്ങനെ കിളിർത്ത് വരുന്നത് നമുക്ക് കാണാം. ചെറിയ മുടികളില്ലേ, മുടിക്കാമ്പുകൾ എന്നൊക്കെ നമ്മൾ പറയത്തില്ല, ആ മുടിക്കാമ്പുകളൊക്കെ പൊട്ടി ഇങ്ങനെ വരുന്നതായിട്ട് നമുക്ക് കാണാം. ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും നമുക്കത് ശരിക്കും അറിയാൻ പറ്റും ഈ ആവണക്കെണ്ണ തേച്ചതിൻ്റെ പ്രയോജനം. ഇന്നലെ ഞാനൊരു ടിപ്സ് കാണിച്ചു തന്നായിരുന്നല്ലോ, ഉലുവയും അങ്ങനെ തന്നെയാണ്, നല്ലതാണ്. ഈ പല ടിപ്സ് കാണിക്കുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതാണ് ഏറ്റവും പാട് കുറഞ്ഞതും ആയ ടിപ്സ് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എടുത്ത് ചെയ്തോ. അതാണ് ഈ പല ടിപ്സ് കാണിക്കുന്നത്. എല്ലാ ടിപ്സും ഒന്നിനൊന്നിനും മെച്ചമാണ്. നമ്മൾ ആരോടും കള്ളമൊന്നും പറയാറില്ലല്ലോ, നമ്മളെല്ലാം സത്യസന്ധമായ രീതിയിൽ ചെയ്യുന്ന ടിപ്സുകളല്ലേ. അപ്പം എല്ലാവരും ഇത് ചെയ്യണം കേട്ടോ, നല്ല സൂപ്പറായത്. ഇത് തേച്ചിട്ട് നമ്മളൊരു 15 മിനിറ്റ് മതി കേട്ടോ, 15 മിനിറ്റ് നേരെ ഇരുന്നേ പറ്റൂ. അതിനു മുന്നിത് കഴുകി കളയരുത് കേട്ടോ.
അതുപോലെ ഇത് തേച്ച് കഴിഞ്ഞ് ഏത് ടിപ്സും മുടിയുടെ ഏത് ടിപ്സ് ചെയ്താലും നമ്മൾ ഷാമ്പുവും സോപ്പും ഒന്നും ഇട്ട് കഴുകരുത്. കഴുകി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ തേച്ചതിൻ്റെ ഒരു പ്രയോജനവും ഇല്ലാതാകും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് അങ്ങനെ ആരും ചെയ്യരുത്. വെറുതെ ഇങ്ങനെ നമ്മൾ സാധാരണ നോർമൽ വാട്ടറിൽ തല കഴുകണം, അത്രയേ ഉള്ളൂ കേട്ടോ. ഇത് നല്ല അടിപൊളി ടിപ്സാണ്, എല്ലാം നല്ലതാണ് കേട്ടോ. ഇതും ഇന്നലത്തെയും എല്ലാം നല്ലതാണ്. ഇതൊക്കെ നമ്മൾ ഇപ്പം ഇന്ന് തേച്ചിട്ട് അയ്യോ ചേച്ചിയെ മുടി വളരുന്നില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് എനിക്കൊന്നും പറയാനില്ല. നമ്മൾ ഒരാഴ്ച അടുപ്പിച്ച് ചെയ്താൽ മാത്രമേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഇത് കിട്ടത്തുള്ളൂ. ഒരാഴ്ച അടുപ്പിച്ച് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് പ്രയോജനം കിട്ടും. എത്ര തന്നെ മുടിയില്ലാത്തവരായിക്കോട്ടെ, പക്ഷെ മുടി വളരും. മുടി വളരും എന്നുള്ള കാര്യം ഗ്യാരണ്ടി. എല്ലാവരും പറയും മുടി പാരമ്പര്യമാണ്. ശരിയാണ്, മുടി പാരമ്പര്യമാണ്. എങ്കിലും മുടി കുറച്ചെങ്കിലും ഇല്ലാത്തവരായിട്ട് ആരും കാണത്തില്ലല്ലോ. ആ മുടി മതി നമുക്ക് ഇതുപോലത്തെ ടിപ്സൊക്കെ ചെയ്തിട്ട് ആ മുടിയൊക്കെ നമുക്ക് നന്നായിട്ട് വളർത്തിക്കൊണ്ട് വരാനായിട്ട്. മനസ്സിലായോ? അതുകൊണ്ട് എല്ലാവരും ഇത് ചെയ്തൊക്കെ നോക്കണം. ഇപ്പം ഞാനിപ്പോൾ ഇതൊരു 15 മിനിറ്റ് വെച്ചതിന് ശേഷം ഞാനിപ്പോൾ പോയി കുളിക്കും. എന്നിട്ട് ഈ മുടി നമ്മൾ അങ്ങോട്ട് കെട്ടി വെച്ച് കൊടുത്തേക്കണം കേട്ടോ. ഇനി നമുക്ക് അടുക്കളയിലെ എന്തെങ്കിലുമൊക്കെ ജോലിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പോയി ചെയ്യാം. ഈ മുടി ഇങ്ങനെ ഇരുന്നോളും. 15 മിനിറ്റ് കൊണ്ട് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം നമ്മുടെ കിച്ചണിനകത്തല്ലേ. അപ്പം ഞാനിപ്പോൾ ഇതിങ്ങനെ കെട്ടി വെച്ചിട്ട് ഞാൻ എൻ്റെ ജോലിയിലേക്ക് പോകും. അപ്പം 15 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഞാൻ കുളിക്കത്തുള്ളൂ. അപ്പം നല്ല ഇത് കേട്ടോ. ആവണക്കെണ്ണ മുടി വളരാനും ഞാൻ പറഞ്ഞല്ലോ, പിരിയമില്ലാത്തവർക്ക് പിരിയം വളരാനും ഒക്കെ നല്ലതാണ്. വൈകിട്ട് കിടക്കുമ്പോഴത്തേക്കും ആവണക്കെണ്ണ കുറേ എടുത്ത് കോരി പരത്തിട്ട് ശകലം എടുത്തിട്ട് ഇതാ ഇങ്ങനെ പിരിയത്തേൽ ഇങ്ങനെ തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിരിയം നന്നായിട്ട് വളരും. മനസ്സിലായോ? ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ബ്യൂട്ടി പാർലർ ഉള്ളൊരു കൂട്ടുകാരി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവള് പറഞ്ഞാണ് ആവണക്കെണ്ണ ഇങ്ങനെ തേച്ച് കൊടുത്താൽ പിരിയം നന്നായിട്ട് വളരുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം നല്ലതാണ് കേട്ടോ ആവണക്കെണ്ണ. ആവണക്കെണ്ണയ്ക്ക് വലിയ വിലയൊന്നുമില്ല, ആർക്ക് വേണേലും മേടിക്കാവുന്നതാണ്. അപ്പം നമുക്ക് കുളിയൊക്കെ അപ്പം ഇത് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. അപ്പം ഇത് നമ്മൾ ഈ എണ്ണ തേച്ച് കൊടുക്കുമ്പോൾ തല നന്നായിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് വേണം തേച്ച് കൊടുക്കാൻ. കാരണം നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് നമ്മുടെ തലയിൽ കിട്ടണം. എങ്കിൽ മാത്രമേ നമ്മുടെ മുടി അങ്ങോട്ട് ആർത്ത് കാട് പോലെ വളരത്തുള്ളൂ. മനസ്സിലായോ? അപ്പം ചെറിയ കുഞ്ഞു മുടിയെല്ലാം ഇഷ്ടംപോലെ പൊടി നാമ്പുകളൊക്കെ ഇവിടെ ഇഷ്ടംപോലെ വരുന്നത് നമുക്ക് കാണാം ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും കേട്ടോ. ശരിക്കും എൻ്റെ മുടി ഞാൻ ഇങ്ങനെയൊക്കെയാണ് വളർത്തിയെടുത്തത്. എനിക്ക് ഒരുപാട് മുടി ഉണ്ടായിരുന്നു കേട്ടോ കൊച്ചിലേക്ക്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എപ്പോഴും പറയുന്നത് മുഴുവൻ പൊഴിഞ്ഞു പോയതാണ്. പിന്നെ രണ്ടാമത് ഇങ്ങനെ ഓരോ ടിപ്സൊക്കെ ചെയ്താണ് എനിക്ക് ഇത്രയും മുടി ആയത് കേട്ടോ. അങ്ങനെയുള്ള കാര്യം നിങ്ങളോട് പറയാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലത്തെ ടിപ്സുകൾ ചെയ്യണം. ഇനി 15 മിനിറ്റിന് ശേഷം നമുക്ക് കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് നമുക്ക് കാണാം. അപ്പം അതൊക്കെ തേച്ച് ഇപ്പം ഞാൻ കുളിച്ചിട്ട് ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. മുടിയൊന്നും ഒട്ടും ഉണങ്ങിയിട്ടില്ല. ഒന്നാമത് ഭയങ്കര മഴയാണ്, അതുകൊണ്ട് മുടിയൊക്കെ ഉണങ്ങാനായിട്ട് നമുക്ക് താമസമല്ലേ. അപ്പം ഈ വെളിച്ചെണ്ണയും ആവണക്കെണ്ണയും കൂടെ തലയിലോട്ട് തേച്ച് കഴിയുമ്പോഴത്തേക്ക് ഉണങ്ങിയൊക്കെ കഴിയുമ്പോൾ മുടിക്ക് ഒരു പ്രത്യേക ഭംഗി, ഒരു ഷൈനിങ് എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, ഒരു ചെറിയ തിളക്കം എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അതുപോലത്തെ ഒരു തിളക്കം നമ്മുടെ മുടിക്ക് കിട്ടും. അപ്പം ശരിക്കും നമ്മൾ മഴയൊക്കെ പെയ്ത് കഴിയുമ്പോഴത്തേക്കും വെള്ളത്തുള്ളികളെല്ലാം ഈ ഇലയിലൊക്കെ മുട്ടിയിരിക്കുമ്പോൾ വെയിലടിക്കുമ്പോഴത്തേക്കും ഒരു നല്ല ഭംഗിയില്ലേ, ഒരു തിളക്കം വരത്തില്ലേ അതിന്. അപ്പം അങ്ങനത്തെ ഒരു ഇത് നമ്മുടെ മുടിക്ക് കിട്ടും. ഇത് ഇപ്പം മഴ ആയതുകൊണ്ട് നമുക്കത് പറ്റത്തില്ല. ഈ മുടി നന്നായിട്ട് ശരിക്കും ഉണങ്ങണം. ഉണങ്ങി കഴിഞ്ഞ് നമ്മുടെ മുടി ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഉടനെ നല്ല ഗ്ലേസിങ് ആണ്. നമ്മളിങ്ങനെ പിടിച്ച് കഴിയുമ്പോഴത്തേക്ക് നല്ല സോഫ്റ്റും നമുക്ക് ഒത്തിരി ഇഷ്ടം തോന്നും കേട്ടോ. നമ്മളപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾക്ക് എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ പോകുമ്പോഴത്തേക്കും തലേദിവസം ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് പോകുമ്പോഴത്തേക്കും മുടിക്ക് നല്ല അടിപൊളി നല്ല ഭംഗിയായിട്ട് കിട്ടും. മുടി വളരുക മാത്രമല്ല, മുടിക്ക് നല്ല ഷൈനിങ്ങും ഒക്കെ കിട്ടും. അഴിച്ചിട്ടൊക്കെ കഴിയുമ്പോഴത്തേക്കും ഈ മുടിയിൽ എന്തോ ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് തോന്നും. അതുമാതിരി കിട്ടും മുടിയുടെ ഗ്ലേസിങ് കേട്ടോ. സത്യം ഞാൻ പറയുന്നത് കറക്റ്റാണ്. ഞാൻ ഈ ടിപ്സ് എല്ലാം ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് നിങ്ങളോട് ഇതെല്ലാം പറഞ്ഞു തരുന്നത്. ഈ ആഴ്ചയിൽ ഇത് ചെയ്തെങ്കിൽ അടുത്ത ആഴ്ച വേറെ ചെയ്യും. അങ്ങനെ രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോൾ ചെയ്യും കേട്ടോ. ആഴ്ച മാറിയില്ല, രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെ ചെയ്യാറുണ്ട്. ഈ ഞാൻ കാണിച്ചു തന്നിരിക്കുന്ന ടിപ്സ് എല്ലാം നല്ല ടിപ്സാണ് മുടി വളരാനായിട്ട്. കാരണം എൻ്റെ അനുഭവത്തിൽ കൂടെ ഉള്ള ടിപ്സ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യത്തുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പം വേറെ വിശേഷങ്ങളൊന്നും ഇല്ല. അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. എല്ലാവർക്കും ബൈ.